ഡീമൺ സ്ലെയർ സീരീസിലെ ഏറ്റവും പവർഫുൾ ആയ ക്യാരക്ടേഴ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, അതാണ് ഹാഷിറാസ്. അവർ ഇത്രയും പവർഫുൾ ആകാനുള്ള മെയിൻ റീസൺ അവർ ഓരോരുത്തരും മാസ്റ്റർ ചെയ്തിട്ടുള്ള ബ്രീത്തിങ് സ്റ്റൈൽസ് ആണ്. ഒരു സാധാരണ മനുഷ്യന് ഡീമൺസിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ട ഫിസിക്കൽ എബിലിറ്റി നൽകുന്നത് ഈ ടെക്നിക്കുകളാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ ക്രോപ്സിലെ 9 ഹാഷിറമാരുടെ ബ്രീത്തിങ് സ്റ്റൈലിനെ കുറിച്ചും അവയുടെ സ്പെഷ്യൽ ഫോംസിനെ കുറിച്ചും പിന്നെ എങ്ങനെയാണ് ഈ പവർ സിസ്റ്റം ശരിക്കും വർക്ക് ചെയ്യുന്നത് എന്നതിനെയൊക്കെ കുറിച്ചാണ്. സോ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുപോലെ ആനിമേ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇൻട്രസ്റ്റഡ് ആണ്, വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് സെക്ഷന്റെ സൈഡിൽ ഒരു ഹൈപ്പ് ബട്ടൺ കൂടെ കാണാം, അത് അമർത്തി സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് തുടങ്ങാം. ലോകത്തിലെ ആദ്യത്തെ ബ്രീത്തിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് സൺ ബ്രീത്തിങ് ആണ്. ഇതിനെ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒറിജിനൽ ബ്രീത്തിങ് എന്ന് നമുക്ക് വിളിക്കാം. യൂറിച്ചി എന്ന ലെജൻഡറി ക്യാരക്ടർ ആണ് ഇത് കണ്ടുപിടിച്ചത്. സൺ ബ്രീത്തിങ് ആണ് ഏറ്റവും പവർഫുൾ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ബ്രീത്തിങ് സ്റ്റൈൽ. കാരണം ബാക്കിയുള്ള എല്ലാ ബ്രീത്തിങ് സ്റ്റൈൽസും ഇതിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നതാണ്. ഓരോരുത്തരുടെയും ഫിസിക്കൽ കണ്ടീഷനും സ്കിൽസിനും അനുസരിച്ച് സൺ ബ്രീത്തിങ്ങിനെ അഡാപ്റ്റ് ചെയ്തപ്പോഴാണ് വാട്ടർ, ഫ്ലെയിം, വിൻഡ്, സ്റ്റോൺ, തണ്ടർ തുടങ്ങിയ 5 മെയിൻ ബ്രാഞ്ചസ് ഉണ്ടായത്. ഡീമൺ സ്ലെയർ ക്രോപ്സിലെ ഹാഷിറമാർ ഈ ഓരോ ബ്രാഞ്ചിലും അല്ലെങ്കിൽ അതിൽ നിന്നുമുണ്ടായ സബ് ബ്രാഞ്ചിലും എക്സ്പേർട്സ് ആയവരാണ്. ഗിയു വാട്ടർ ബ്രീത്തിങ്ങിലും, റെങ്കോക്കു ഫ്ലെയിം ബ്രീത്തിങ്ങിലും, ഷിനോബു ഇൻസെക്ട് ബ്രീത്തിങ്ങിലും, ടെങ്കൻ ഉസൂയി സൗണ്ട് ബ്രീത്തിങ്ങിലും, മിറ്റ്സുരി ലവ് ബ്രീത്തിങ്ങിലും, മുയിച്ചിറോ മിസ്റ്റ് ബ്രീത്തിങ്ങിലും, ഗിയുമെ സ്റ്റോൺ ബ്രീത്തിങ്ങിലും, സനമി വിൻഡ് ബ്രീത്തിങ്ങിലും, ഒബാനി സർഫൻ ബ്രീത്തിങ്ങിലുമാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് വാട്ടർ ബ്രീത്തിങ്ങിനെ കുറിച്ച് നോക്കാം. വാട്ടർ ബ്രീത്തിങ്ങിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി തന്നെയാണ്. വെള്ളം ഏത് പാത്രത്തിലും ഒതുങ്ങുന്നത് പോലെ ഈ സ്റ്റൈൽ ഏത് സിറ്റുവേഷനിലും യൂസ് ചെയ്യാം. ഇതിന് മെയിൻ ആയിട്ടും 10 സ്റ്റാൻഡേർഡ് ഫോംസ് ആണ് ഉള്ളത്. എന്നാൽ ഹാഷിറായ ഗെയ്യു തന്റെ സ്കില്ല് വെച്ച് ഇതിൽ 11ാമതൊരു ഫോം കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ഡെഡ് കാം എന്നാണ് വിളിക്കുന്നത്. ഡെഡ് കാം എന്ന് വിളിക്കുന്ന ഈ ടെക്നിക്കിൽ ഗിയു തന്റെ ബോഡി മൂവ്മെന്റ്സ് കംപ്ലീറ്റ് ആയി നിർത്തി ടോട്ടൽ ഡിഫൻസീവ് മോഡിലേക്ക് മാറുന്നു. ഇതിലൂടെ സെക്കൻഡുകൾക്കുള്ളിൽ വരുന്ന ഏത് അറ്റാക്കിനെയും ഡിഫ്ലക്ട് ചെയ്യാൻ ഗിയുവിന് സാധിക്കും. വാട്ടർ ബ്രീത്തിങ് വളരെ ഫ്ലെക്സിബിൾ ആണെങ്കിലും ഇതിന് മറ്റു സ്റ്റൈൽസിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ റോ ഇമ്പാക്ട് കുറവായിരിക്കും. പക്ഷേ സ്കില്ലുള്ള ഒരു ഫൈറ്ററിന് ഈ ലിമിറ്റേഷൻസ് ഒക്കെ ഈസി ആയിട്ട് മറികടക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ഫ്ലെയിം ബ്രീത്തിങ്. ഫ്ലെയിം ബ്രീത്തിങ് എന്നത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു നേച്ചറുള്ള ബ്രീത്തിങ് സ്റ്റൈലാണ്. റെങ്കോക്കു ഫാമിലി തലമുറകളായി പ്രാക്ടീസ് ചെയ്യുന്ന ഈ സ്റ്റൈൽ ഫയർ പോലെ തന്നെ വളരെ പവർഫുൾ ആണ്. ഇതിലെ ഓരോ മൂവ്മെന്റ്സും ഹൈ ഇന്റൻസിറ്റി ഉള്ളതാണ്. മെയിനായി 9 ഫോംസ് ആണ് ഫ്ലെയിം ബ്രീത്തിങ്ങിൽ ഉള്ളത്. ഇതിലെ 9th ഫോമായ റെങ്കോക്കു എന്നത് ഹാഷിറായ റെങ്കോക്കുവിന്റെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് അറ്റാക്ക് ആണ്. ആൻഡ് ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ യൂസ് ചെയ്യുന്നവർക്ക് മെന്റൽ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കണം. കാരണം അവരുടെ വിൽ പവർ ആണ് ഈ അറ്റാക്കിന്റെ ഇമ്പാക്ട് തീരുമാനിക്കുന്നത്. ഫ്ലെയിം ബ്രീത്തിങ് മെയിനായും ഫോക്കസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ബ്ലോയിലൂടെ എനിമിനെ ഫിനിഷ് ചെയ്യാനാണ്. നെക്സ്റ്റ് വൺ ഇൻസെക്ട് ബ്രീത്തിങ്. ഇൻസെക്ട് ബ്രീത്തിങ് എന്ന് പറയുന്നത് ഷിനോബുവിന്റെ യുണീക്കായ ബ്രീത്തിങ് സ്റ്റൈലാണ്. ഇത് ഫ്ലവർ ബ്രീത്തിങ്ങിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നതാണ്. ഷിനോബുവിന് മറ്റ് ഹാഷിറാസിനെ പോലെ ഒരു ഡീമന്റെ തല വെട്ടി മാറ്റാനുള്ള ഫിസിക്കൽ പവർ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ തന്റെ സ്പീഡും ടെക്നിക്കും യൂസ് ചെയ്ത് ഹിസ്റ്റേറിയ പോയിസൺ എനിമിയുടെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുകയാണ് ഷിനോബു ചെയ്യുന്നത്. ഇതിന്റെ ഫോംസ് എല്ലാം ബട്ടർഫ്ലൈസിന്റെയും വണ്ടുകളുടെയും മൂവ്മെന്റ്സിനെ ബേസ് ചെയ്തുള്ളതാണ്. ഇതിന് സാധാരണ പോലെ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം അങ്ങനെ നമ്പറിംഗ് ഇല്ല. മറിച്ച് ഡാൻസ് ഓഫ് ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ബീ സ്റ്റിംഗ് പോലെയുള്ള പേരുകളാണ് ഉള്ളത്. ഹൈ സ്പീഡ് സ്റ്റിംഗിങ് അറ്റാക്കുകളാണ് ഷിനോബുവിന്റെ മെയിൻ സ്കിൽ എന്ന് പറയുന്നത്. ഒരു പോയിസൺ എക്സ്പെർട്ട് എന്ന നിലയിൽ തന്റെ സ്വാഡ് ഉപയോഗിച്ച് ഡീമൻസിനെ ഡിഫീറ്റ് ചെയ്യാൻ ഷിനോബുവിന് ഈ ബ്രീത്തിങ് സ്റ്റൈൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അടുത്തതായി നമുക്ക് സൗണ്ട് ബ്രീത്തിങ്ങിനെ കുറിച്ച് നോക്കാം. സൗണ്ട് ബ്രീത്തിങ് എന്ന് പറയുന്നത് തെങ്കൻ ഉസൂയി ഡെവലപ്പ് ചെയ്ത ഒന്നാണ്. ഇത് തണ്ടർ ബ്രീത്തിങ്ങിന്റെ ഒരു ബ്രാഞ്ച് കൂടിയാണ്. തെങ്കൻ ഉസൂയി ഒരു ഷിനോബി ആയതുകൊണ്ട് തന്നെ സ്പീഡും എക്സ്പ്ലോസീവും ഇതിൽ ഒരുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മ്യൂസിക്കൽ സ്കോർ എന്ന ടെക്നിക്കാണ്. ഈ ടെക്നിക്കിലൂടെ എനിമിയുടെ അറ്റാക്ക് പാറ്റേണിനെ താളം പോലെ അനലൈസ് ചെയ്ത് അവയെ കൗണ്ടർ ചെയ്യാൻ തെങ്കന് സാധിക്കും. ആൻഡ് ഇതിൽ മെയിൻ ആയിട്ടും 5 ഫോംസ് ആണുള്ളത്. ഡ്യുവൽ സ്വോർഡും അതിനോടൊപ്പം എക്സ്പ്ലോസീവും യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ഓരോ അറ്റാക്സും ഭയങ്കര ലൗഡ് ആയിരിക്കും. സ്പീഡിന്റെ കാര്യത്തിൽ തെങ്കൻ വളരെ മുന്നിലാണ്. അത് തന്നെയാണ് സൗണ്ട് ബ്രീത്തിങ്ങിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലവ് ബ്രീത്തിങ്. ലവ് ബ്രീത്തിങ് എന്നത് മിറ്റ്സുരി ഫ്ലെയിം ബ്രീത്തിങ്ങിൽ നിന്നും ക്രിയേറ്റ് ചെയ്തതാണ്. മിറ്റ്സുരിയുടെ ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. സാധാരണ മനുഷ്യരെക്കാൾ 8 മടങ്ങ് മസിൽ ഡെൻസിറ്റി മിറ്റ്സുരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്വോർഡാണ് മിറ്റ്സുരി യൂസ് ചെയ്യുന്നത്. ലവ് ബ്രീത്തിങ്ങിലെ മൂവ്മെന്റ്സ് വളരെ സ്പീഡിയും അതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിളും ആണ്. ഒരു ചാട്ട പോലുള്ള സ്വോർഡ് യൂസ് ചെയ്ത് എനിമിയെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഡിഫെൻഡ് ചെയ്യുക എന്നത് എനിമീസിന് വളരെ പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് അതുപോലെ തന്നെ ലവ് ബ്രീത്തിങ് ശരിക്കും മിറ്റ്സുരിയുടെ യുണീക്കായ ഫിസിക്കൽ ക്ക് വേണ്ടി മാത്രം ട്യൂൺ ചെയ്ത ഒരു ബ്രീത്തിങ് സ്റ്റൈൽ കൂടിയാണ്.
മിസ്റ്റ് ബ്രീത്തിങ്. മിസ്റ്റ് ബ്രീത്തിങ് എന്നത് വിൻ ബ്രീത്തിങ്ങിൽ നിന്ന് വന്ന ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ്. ഇത് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് എനിമീസിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനാണ്. മുയിച്ചിറോ ഈ സ്റ്റൈൽ യൂസ് ചെയ്യുമ്പോൾ തന്റെ മൂവ്മെന്റ്സും ക്ലോത്തിങ്ങും ഉപയോഗിച്ച് ഒരു മിസ്റ്റ് എഫക്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന്റെ 7th ഫോം ആയിട്ടുള്ള ഒബ്സേറിംഗ് ക്ലൗഡ് എന്ന് പറയുന്നത് മുയിച്ചിറോയുടെ തന്നെ സ്വന്തം ക്രിയേഷൻ ആണ്. ഇതിലൂടെ തന്റെ സ്പീഡ് ഒരു മൊമെന്റിൽ വേരി ചെയ്ത് എനിമിയുടെ കണ്ണ് വെട്ടിക്കാൻ മുയിച്ചിറോയ്ക്ക് സാധിക്കും. വളരെ ക്വൈറ്റ് ആയിട്ട് തോന്നുമെങ്കിലും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഡെഡ്ലി ആയിട്ടുള്ള അറ്റാക്ക് നടത്താൻ ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈലിന് സാധിക്കും. അടുത്തതായി സ്റ്റോൺ ബ്രീത്തിങ് നോക്കാം. സ്റ്റോൺ ബ്രീത്തിങ് എന്നത് ഹാഷർമാരിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഗ്യൂമെ യൂസ് ചെയ്യുന്ന ബ്രീത്തിങ് സ്റ്റൈലാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒറിജിനൽ ബ്രീത്തിങ് സ്റ്റൈൽസിൽ ഒന്നാണ്. ഗ്യൂമെ ഒരു സ്വോർഡിന് പകരം ഒരു ചെയിനിൽ ഘടിപ്പിച്ച ആക്സും സ്പൈക്ക് ബാളുമാണ് ഫൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റൈൽ മെയിനായും ഗ്രൗണ്ടിങ് ടെക്നിക്കുകൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഫിസിക്കൽ സ്ട്രെങ്ത് മാക്സിമം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ഡിഫൻസും ഒഫൻസും ഒരുപോലെ സ്ട്രോങ് ആണ്. പാറ പോലെ ഉറച്ച ബോഡിയും അതുപോലെ തന്നെ പവർഫുൾ ആയ അറ്റാക്കുകളുമാണ് സ്റ്റോൺ ബ്രീത്തിങ്ങിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡിസ്ട്രക്ഷൻ ലെവലിൽ ഇതിനോട് കടപിടിക്കാൻ പറ്റിയ വേറൊരു സ്റ്റൈൽ ഉണ്ടോ എന്നത് തന്നെ സംശയമാണ്. നെക്സ്റ്റ് വൺ വിൻഡ് ബ്രീത്തിങ്. സനമി യൂസ് ചെയ്യുന്ന വിൻഡ് ബ്രീത്തിങ് ഏറ്റവും അഗ്രസീവായ സ്റ്റൈലായിട്ടാണ് കണക്കാക്കുന്നത്. ഭയാനകമായിട്ടുള്ള കാറ്റടിക്കുന്നത് പോലെ തന്നെ വലിയ ഏരിയകളിൽ നാശനഷ്ടം ഉണ്ടാക്കാൻ വിൻഡ് ബ്രീത്തിങ്ങിന് സാധിക്കും. ഇതിലെ അറ്റാക്കുകളെല്ലാം വളരെ ഷാർപ്പായിട്ടുള്ള വിൻഡ് ബ്ലേഡുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ആൻഡ് ഈ വിൻഡ് ബ്രീത്തിങ് യൂസ് ചെയ്യുന്നവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ സ്വന്തം സേഫ്റ്റി നോക്കാതെ ഫൈറ്റ് ചെയ്യുന്നവരായിരിക്കും. മിസ്റ്റ് ബ്രീത്തിങ്ങും വിൻഡ് ബ്രീത്തിങ്ങും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും വിൻഡ് ബ്രീത്തിങ് കൂടുതലും റോ പവറിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ സെർപ്പൻ ബ്രീത്തിങ്. സെർപ്പൻ ബ്രീത്തിങ് എന്നത് ഒബാനി വാട്ടർ ബ്രീത്തിങ്ങിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്ത ഒരു ബ്രീത്തിങ് സ്റ്റൈലാണ്. ആൻഡ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്നേക്കിനെ പോലെ തന്നെയുള്ള വളഞ്ഞു പുളഞ്ഞുള്ള മൂവ്മെന്റ്സ് ആണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒബാനിയുടെ സോഡ് പോലും ആ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. വളരെ ചെറിയ ഗ്യാപ്പിലൂടെ പോലും അറ്റാക്ക് ചെയ്യാൻ ഈ സ്റ്റൈലിന് സാധിക്കും. പ്രിസിഷൻ ആണ് സെർപ്പൻ ബ്രീത്തിങ്ങിന്റെ മെയിൻ പോയിന്റ് എന്ന് തന്നെ പറയുന്നത്. എനിമിയുടെ ഡിഫൻസ് എത്ര സ്ട്രോങ് ആണെങ്കിൽ പോലും അത് മറികടന്ന് കൃത്യമായ സ്ഥലത്ത് മുറിവേൽപ്പിക്കാൻ ഒബാനിക്ക് ഈ സ്റ്റൈലിലൂടെ സാധിക്കും. സോ ഈ സ്റ്റൈൽസിനെ തമ്മിൽ കമ്പയർ ചെയ്താൽ എല്ലാ കൊടുത്തിരിക്കുന്നത് ഏറ്റവും സ്പീഡ് ഉള്ളത് സൗണ്ട് ബ്രീത്തിങ് എന്നാണ്, ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത് സ്റ്റോൺ ബ്രീത്തിങ്ങുമാണ്. ആൻഡ് സൺ ബ്രീത്തിങ്ങിനെ ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബ്രീത്തിങ് സ്റ്റൈൽ ഏതാണെന്ന കാര്യത്തിൽ ഫാൻസിന്റെ ഇടയിൽ ഇപ്പോഴും വലിയ ഡിബേറ്റ് നടക്കാറുണ്ട്. പക്ഷേ ബ്രീത്തിങ് സ്റ്റൈലിനേക്കാൾ ഉപരി അത് യൂസ് ചെയ്യുന്ന ആളിന്റെ സ്കില്ലാണ് പ്രധാനം. ഇനി ഇതുപോലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആനിമി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.